നമ്മൾ സൈക്കോളജി പഠിച്ചു നിർത്തിയത് എവിടെയായിരുന്നു? നമ്മുടെ വികാസ തത്വങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ, വളർച്ചയും വികാസവും തമ്മിലെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് ആർക്ക്? നമ്മുടെ വികാസത്തിന്. കാരണം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുക്രമമായിട്ട് അല്ലെങ്കിൽ ആ ജീവിതാന്ത്യം വരെ നടന്നു പോകേണ്ട ഒന്നാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ഇന്ത്യ ആണെങ്കിൽ പോലും നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? എല്ലാ ദിവസവും ഡെവലപ്പിംഗ് അല്ലേ. ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി. അപ്പം അങ്ങനെ വരുമ്പോൾ ഏതൊരു മനുഷ്യനും ഏതൊരു രാഷ്ട്രവും ഏതൊരു വ്യക്തിയും എല്ലാ കാലവും എന്ത് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്? ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ വികാസം പ്രാപിക്കാനായിട്ട് നോക്കുന്നത്. പക്ഷെ വളർച്ചയ്ക്ക് അത്രയും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കാരണം വളർച്ച എന്നത് പ്രായത്തിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി വന്നോളും. കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എല്ലാം വളരും. പക്ഷേ കഴിച്ചില്ലെങ്കിൽ കുറച്ച് എന്താണ് ഈ പറഞ്ഞ ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം. അല്ലാതെ ബോഡിയൊക്കെ വളരാനായിട്ട് എന്താണ് ഫുഡ് ചെന്നാലും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു സമയത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ വളർച്ചയ്ക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ വികാസത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റത്തുള്ളൂ. അധ്യാപകരെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ LP UP തലങ്ങളിലൂടെ പോകുമ്പം കുട്ടികളുടെ വികാസം എന്താണ് അനുക്രമമായിട്ട് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് അവരെ കാണുന്നതാണ്. സോ അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കി ശരിയായിട്ടുള്ള വികാസ രീതികൾ ആ ഒരു പാത അവർക്ക് തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അവർക്ക് ശരിയായ വ്യക്തികളായിട്ട് നല്ല വ്യക്തിത്വമായിട്ട് മാറുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സമൂഹത്തിൽ നല്ല നിലയും വിലയുമുള്ള മനുഷ്യനായിട്ട് അവർക്ക് നല്ല പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അവർക്ക് ഉണ്ടാവത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ അവർ എന്നാ പറയുന്നത് വികാസം കിട്ടാതെ പല വഴികളിലേക്ക് അവർ അലഞ്ഞു തിരിഞ്ഞ് നടന്നു വരാം. അതുകൊണ്ട് തന്നെ അധ്യാപകരെ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കി വെക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ പറഞ്ഞ വികാസം. കുട്ടികളിൽ എങ്ങനെ നടക്കുന്നു. അധ്യാപകരല്ല, മാതാപിതാക്കളും അവരുടെ മക്കളുണ്ടാകുമ്പോൾ മക്കളെ ഓരോ ഘട്ടത്തിലും ഇന്ന വികാസങ്ങൾ കുട്ടികളിലുണ്ടാവും, ഇന്ന കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ആ ഒരു പ്രായത്തിൽ കൊടുക്കാവുള്ളൂ എന്നൊരു ചിന്താഗതി നമ്മുടെ പേരൻസിനും ഉണ്ടാവണം. സോ നമ്മളത് അവെയറായി അറിയാത്ത പേരൻസിന് നമ്മളിത് പറഞ്ഞു കൊടുക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ് കേട്ടോ. അതിനാണ് നമ്മൾ ഈ സൈക്കോളജി പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് വികാസത്വങ്ങൾ അഥവാ പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഓരോ വ്യക്തിയും വ്യത്യസ്തനാണ്, അനന്യനാണ്. കണ്ടോ, എവരി മാൻ ഈസ് യുണീക്ക്. അതായത് എന്നെപ്പോലെയല്ല നിങ്ങളിലൊരാൾ, നിങ്ങളെപ്പോലെയല്ല ഞാൻ, നമ്മളെപ്പോലെയല്ല മറ്റൊരാൾ അല്ലേ. എൻ്റെ ചിന്താഗതി, കാഴ്ചപ്പാട്, എൻ്റെ ബുദ്ധി സവിശേഷത, എൻ്റെ കഴിവുകൾ, എൻ്റെ പഠന രീതി, എൻ്റെ പഠനശൈലി, ഞാൻ വളർന്നു വന്ന സാഹചര്യം, ഞാൻ ജീവിക്കുന്ന സാഹചര്യം, ഞാൻ ജീവിക്കാൻ പോകുന്ന സാഹചര്യം, എൻ്റെ കുടുംബം, എൻ്റെ പശ്ചാത്തലം, ഇതൊക്കെ വ്യത്യസ്തമാണ് നിങ്ങളിൽ നിന്നും. ശരിയല്ലേ? അങ്ങനെ നമ്മൾ ഓരോ മനുഷ്യനെ എടുക്കുവാണെങ്കിലും എവരി മാൻ ഈസ് യുണീക്ക്. ആരെയും നമുക്ക് ഒരുപോലെ സിമിലറായിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. എല്ലാ മനുഷ്യരും എന്താണ് അന്യരാണ്, അല്ലെങ്കിൽ അന്യരല്ല അനന്യരാണ്, യുണീക്കാണ്, വ്യത്യസ്തരാണെന്ന് പറയാം. ഒരു വ്യക്തിയുടെ സ്വത്വം അദ്ദേഹത്തിൻ്റേത് മാത്രമായിരിക്കുന്ന വസ്തുത പരിഗണിക്കുമ്പോൾ തന്നെ സാർവത്രികമായി മനുഷ്യ സമൂഹത്തിൽ ഏവർക്കും സമാനമായ ചില സവിശേഷതകൾ വികാസം സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. അവയാണ് വികാസത്വങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറയുന്ന പോയിന്റ് ഇതാണ്, എന്ത്? മനുഷ്യരെല്ലാം വ്യത്യസ്തമാണെങ്കിൽ പോലും മനുഷ്യരിൽ നടക്കുന്ന വികാസങ്ങൾ ഏകദേശം എന്താണ് സിമിലറാണ്, അല്ലെങ്കിൽ ഏകദേശം സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് മനുഷ്യനിൽ ഓരോ പ്രായത്തിലും നടന്നു വരുന്നത്. അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. നോക്കിക്കേ, ഒന്നാമത്തേതാണ് വികാസം അനുസ്യൂതമാണ്. ഡെവലപ്മെൻറ്റ് ഈസ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വികാസം എന്നതൊരു അനുസ്യൂത പ്രക്രിയയാണ്. ഗർഭധാരണം മുതൽ ഒരു വ്യക്തിയിൽ മരണം വരെ തുടർച്ചയായ പരിവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വികാസത്തിൻ്റെ വേഗതയിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. ചില ഘട്ടങ്ങളിൽ ദ്രുതഗതിയിലും ചില ഘട്ടങ്ങളിൽ മന്ദഗതിയിലും വികാസം നടക്കുന്നു. മരണശൈലിയിൽ പോലും ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ടോ ആത്മീയ തലത്തിലുള്ള വൈകാരിക തലത്തിലുമുള്ളതുമായ വികാസം നടക്കാറുണ്ടെന്നാണ് ഏവരും സമ്മതിക്കുന്നത്. കണ്ടോ, അതായത് ഓർത്തിരിക്കണം, വികാസം എന്നത് ജനിക്കുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവാകുമ്പോൾ മുതൽ മരിച്ചു കഴിഞ്ഞ് നമ്മുടെ സോളിന്, ആത്മാവിന് വരെ എന്തുണ്ടെന്നാണ് പറഞ്ഞത്? ആത്മീയ തലത്തിലും വൈകാരിക തലത്തിലുമുള്ള വികാസം പ്രാപിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വികാസം എന്താണ്? ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. വികാസം എന്നത് അനുസ്യൂതമായ ഒരു പ്രവൃത്തിയാണെന്ന് ഓർത്തിരിക്കണം. അതിൽ ചിലപ്പോൾ ചില ഏറ്റക്കുറച്ചിലൊക്കെ വരാം. അതായത് സാഹചര്യവും പശ്ചാത്തലവും ഒക്കെ നോക്കി ചിലപ്പോൾ ചില ഏറ്റക്കുറച്ചിലൊക്കെ ചില പ്രായങ്ങളിൽ കൂടുതലും, പ്രത്യേകിച്ച് ഈ പുബർട്ടിയൊക്കെ വരുന്ന കാലഘട്ടം, നമ്മുടെ കൗമാര കാലഘട്ടത്തിലൊക്കെ കൂടുതലായിട്ട് വരാം. പിന്നെ നമ്മുടെ ബാല്യകാലം കഴിഞ്ഞ് നമ്മൾ അന്ത്യബാല്യത്തിലേക്ക് പോകുമ്പോൾ വരാം. പിന്നെ അതുപോലെ സ്കൂൾ കാലഘട്ടം തുടങ്ങുമ്പോൾ വരാം. പിന്നെ നമ്മുടെ അഡോളസൻസ് കഴിയുമ്പോൾ, അതായത് നമ്മളൊരു
നമ്മൾ യൗവനത്തിലേക്ക് കടക്കുമ്പോൾ വരാം, അവിടുന്ന് വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ വരാം. അവിടെയൊക്കെ ഒരു ഇൻക്രീസിങ് ഡിക്രീസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, കാരണം പെട്ടെന്ന് ഒരു സഡൻ ചേഞ്ച് നമ്മളെ കൊണ്ട് ആർക്കും പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുന്നത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം എന്താണ്, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അത് സ്ഥിരമായിട്ട് തന്നെ നടന്നു പോകുന്ന ഒന്നാണ്. അടുത്താണ് ഡെവലപ്മെൻറ്റ് ഈസ് ഓർഡർലി എന്ന് പറഞ്ഞാൽ വികാസം ക്രമീകൃതമാണ്. അതായത് വികാസം നടക്കുന്നത് ഓർഡറായിട്ടാണ്. ഇപ്പോൾ നമ്മുടെ നമ്പർ സിസ്റ്റം ആണെങ്കിൽ ഓർഡറായിട്ടല്ലേ, 1 കഴിഞ്ഞാൽ 2, അത് കഴിഞ്ഞാൽ 3, അത് കഴിഞ്ഞാൽ 4, അത് കഴിഞ്ഞാൽ 5 എന്ന് പറഞ്ഞ പോലെ തന്നെ വികാസവും ഇതുപോലെ തന്നെ 1, 2, 3 ഓർഡറിൽ നടക്കുന്നത്. എന്ന് പറയുന്നത് എന്താണ്, വികാസക്രമത്തിൽ ഒരു ക്രമീകരണവും പിന്തുടർച്ചാ ക്രമവും കാണാൻ കഴിയും. ഒറ്റ ദിവസം കൊണ്ട് ഒരു കൊച്ചും എങ്ങോട്ട് പോകുന്നില്ല, ശൈശവത്തിൽ നിന്നും ബാല്യത്തിലേക്കോ കൗമാരത്തിലേക്കോ പ്രവേശിക്കുന്നില്ല. പൊടുന്നനെ ഒരു ശിശു സംസാരിക്കാനോ കണക്ക് കൂട്ടാനോ പഠിക്കുന്നില്ല. നിയന്ത്രിതമായ സ്വഭാവത്തോടെ അവിരാമമായി നടക്കുന്ന പരിവർത്തനമാണ് വികസനം. വിചാരത്തിന് മുമ്പ് സ്മൃതിയും അമൂർത്തചിന്തനത്തിന് മുമ്പ് മൂർത്തചിന്തന ക്രമവും കാണാൻ കഴിയും. സാധാരണ അനുവർത്തിച്ചു വരുന്ന 2 വികസന ക്രമങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ഈ 2 വികസന ക്രമവും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. വികാസം ക്രമീകൃതമാണെന്ന് പറഞ്ഞാൽ വികാസം പോകുന്നത് എങ്ങനെയാണ്, ഒരു ഓർഡർ ആയിട്ടാണ്. അല്ലാതെ ജനിച്ച് വീഴുന്ന കൊച്ച് എന്താണ് നാളെ എണ്ണീറ്റ് നടക്കാനോ മറ്റന്നാൾ തൊട്ട് സംസാരിക്കാനോ പിറ്റേ ദിവസം തൊട്ട് സ്കൂളിൽ ചേർക്കാനോ അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ചോറ് തന്നെ വാഴി തിന്നാനോ കൊച്ച് എന്താണ് അതിനുള്ള എബിലിറ്റി കൊച്ചിന് കിട്ടിയെന്ന് വരില്ല. അത് ഓരോ സമയത്തും അതിൻ്റേതായിട്ടുള്ള കാലഘട്ടങ്ങളിൽ മാത്രമേ എന്ത് പോകത്തുള്ളൂ, കൊച്ചിന് കൈവരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ക്രമീകൃതമായിട്ടുള്ളൊരു ഓർഡറായിട്ടൊരു പ്രക്രിയയാണ്. സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന 2 ടൈപ്പ് വികസന ക്രമങ്ങളാണ്. അതിലൊന്നാമത്തെയാണ് ശിരപാദ ആഭിമുഖ്യക്രമം. നമ്മൾ കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു. അതായത് ശരീരവികാസനത്തിൽ ശിരപാദ ആഭിമുഖ്യക്രമം അല്ലെങ്കിൽ തല മുതൽ പാദം വരെ, അതുവരെങ്കിൽ സഫോകോഡൽ സീക്വൻസ് പാലിക്കുന്നു. ഓർത്തിരിക്കണം, സഫോകോഡൽ സീക്വൻസ് എന്ന് ഓർത്തിരിക്കണം. അതായത് നമുക്കറിയാം, നമ്മുടെ ഒരു കൊച്ചുണ്ടാവുകയാണെങ്കിൽ കൊച്ചിൻ്റെ തലയുടെ അല്ലെങ്കിൽ മൊത്തം ശരീരത്തിൻ്റെ 1/3 ഭാഗവും എന്തായിരിക്കും, കൊച്ചിൻ്റെ തലയായിരിക്കും. അതായത് ഇതൊരു കൊച്ചാണെങ്കിൽ കൊച്ചിൻ്റെ ശരീരത്തിൻ്റെ 1/3 ഭാഗവും എന്തായിരിക്കും, കൊച്ചിൻ്റെ തലയായിരിക്കും. തലയായിരിക്കും 1/3 ഭാഗത്തിന് വെയിറ്റ് ഉള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ കൊച്ചുങ്ങളുടെ വികാസം പ്രാപിക്കുന്നത് തലയിൽ നിന്നും പാദങ്ങളിലേക്കാണ്. അതുകൊണ്ടാണ് ശിരപാദ ആഭിമുഖ്യക്രമം എന്ന് പറയുന്നത്. ശിരസിൽ നിന്നും എങ്ങോട്ട് പോകും, പാദങ്ങളിലേക്ക് നമ്മുടെ വികാസം പ്രാപിക്കും. അതുകൊണ്ടാണ് ശിരപാദ ആഭിമുഖ്യക്രമം എന്ന് പറയുന്നത്. ഓക്കെ, ഗർഭസ്ഥ ഘട്ടത്തിൽ പോലും എല്ലാ ജീവികളുടെയും തലയുടെ ഭാഗ്യമാണ് ആദ്യം വികാസം പ്രാപിക്കുന്നത്. ഒരു നവജാത ശിശുവിൻ്റെ നീളത്തിൻ്റെ 1/3 ഭാഗം തലയായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നവജാത ശിശുക്കളുടെ തലയുടെ ഭാരം കൂടുതൽ വേഗത്തിൽ വളരുന്നത് തലച്ചോറിൻ്റെ വികാസം മൂലമാണ്. ഇവരെ നിരീക്ഷിച്ചാൽ തുടർന്ന് കഴുത്തിൻ്റെ പിൻഭാഗത്തുള്ള പേശികൾ വികാസം നേടുന്നതായി കാണാം. കഴുത്തുറക്കുക എന്ന ചൊല്ല് തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ പിള്ളേരെ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കുന്നത്, കൊച്ചു പിള്ളേരെ എടുക്കുമ്പോൾ കഴുത്തിന് പിടിച്ച് തലയിൽ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വോൾ ബോഡി പൊക്കിയെടുക്കുന്നത്. അല്ലാതെ നമ്മൾ സാധാരണ പിള്ളേരെ എടുക്കുന്ന പോലെ കഷത്തിനിടെ കൈയിട്ടുകൊണ്ട് 2 കൈയുടെ കഷത്തിനിടെ കൈയിട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല, എടുക്കാറില്ല. 2 ഷോൾഡറിൽ പിടിച്ച് നമ്മൾ എടുക്കാറില്ല. കാരണം അവരുടെ കഴുത്തിന് ബലമായിട്ടില്ല, അല്ലെങ്കിൽ തലച്ചോറിന് ബലമായിട്ടില്ല, തലയോട്ടിക്ക് ബലമായിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴുത്തുറക്കുക എന്ന പ്രക്രിയ എവിടെ നടക്കണം. കാരണം കുട്ടികളുടെ തലച്ചോറ് വികാസം പ്രാപിച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ബോഡി പാർട്ടിലേക്ക് വികാസം പ്രാപിക്കുകയുള്ളൂ. ഇനിയും തുടർന്ന് നെഞ്ചിൻ്റെ ഭാരം ഉപയോഗിച്ച് നിരങ്ങാൻ തുടങ്ങും, ഇരിക്കാൻ തുടങ്ങും, പിടിച്ചു നിൽക്കാൻ എന്ന രീതിയിൽ വികാസം നടക്കുന്നത് കാണാം. പേശി വികാസനത്തിൽ കഴുത്ത്, ഉടൽക്കാൽ എന്നിവയിടങ്ങളിലെ പേശികൾ ക്രമത്തിൽ വികസിപ്പിക്കുന്നു. അതിനുശേഷമാണ് കുട്ടികൾ നെഞ്ചുരഞ്ഞ് നീങ്ങാൻ ശ്രമിക്കുന്നത്. ആദ്യം കമന്ന് വീഴും, നെഞ്ചുറന്ന് നീങ്ങും, തലപൊക്കി നോക്കും, അതിനുശേഷം ഇരിക്കും, അതിനുശേഷം എണ്ണീറ്റ് നിൽക്കും, താഴെ പോകും, പിടിച്ചെണ്ണീക്കും, താഴെ പോകും, പതുക്കെ പിച്ച വെച്ച് നടക്കും, പിന്നെ നടക്കാൻ തുടങ്ങും, ഓടാൻ തുടങ്ങും, ചാടാൻ തുടങ്ങും. ഇങ്ങനെയുള്ള വികാസക്രമങ്ങൾ കുട്ടികളിലേക്ക് വരും. അപ്പോൾ ഓർത്തിരിക്കണം, സഫോകോഡൽ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ശിരപാദ ആഭിമുഖ്യം. അതായത് തലയുടെ വളർച്ച അല്ലെങ്കിൽ തലയുടെ വികാസം പ്രാപിച്ചതിന് ശേഷം മാത്രമാണ് കാലിലേക്കും കൈയിലേക്കും എല്ലാം വികാസം പ്രാപിക്കുന്നത്. അടുത്താണ് വികസനത്തിൽ ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് അല്ലെങ്കിൽ സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം അല്ലെങ്കിൽ പ്രോക്സിമോൺ ഡിസ്റ്റൽ ഡയറക്ഷൻ. കേട്ടോ, ഇംഗ്ലീഷ് പേര് ഓർത്തിരിക്കണം, കാരണം അതിനെ അതേപടി മലയാളത്തിൽ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഈ സഫോകോഡൽ സീക്വൻസിന് അതേപടി മലയാളത്തിൽ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോക്സിമോൺ ഡിസ്റ്റൽ ഡയറക്ഷനും അതേപടി പ്രിൻറ്റ് ചെയ്ത് മലയാളത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പേരും നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, എന്താണ് ഈ പ്രോക്സിമോൺ ഡിസ്റ്റൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം,
നമ്മുടെ നെഞ്ചുംകൂട് അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിന് താഴെയുള്ള ഭാഗം, അതായത് ഈ ഒരു ഭാഗത്ത് എന്നതാ കൂടുതലായിട്ട് കാണപ്പെടുന്നത്? അവയവങ്ങൾ അല്ലേ? അതായത് നമ്മുടെ ഹൃദയം, കിഡ്നി, ലങ്സ്, പാങ്ക്രിയാസ് എന്ന് പറഞ്ഞുള്ള നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ആണ് കൂടുതലായിട്ടും ഈ ഒരു നമ്മുടെ അടിവയറ് തൊട്ട് മുകളിൽ നെഞ്ചുംകൂട് വരെയുള്ള ഭാഗത്ത് നമ്മൾ കാണപ്പെടുന്നത് അല്ലേ? അങ്ങനെ സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമധ്യത്തിലുള്ള ഈ അവയവങ്ങൾ അല്ലെങ്കിൽ മർമ്മപ്രധാനമായിട്ടുള്ള ഇതുപോലുള്ള അവയവങ്ങളുടെ വളർച്ച അല്ലെങ്കിൽ വികാസമാണ് ആദ്യം പ്രാപിക്കുക. അതിനുശേഷമാണ് കൈകളുടെ വിരലിലേക്കും കാലിൻ്റെ വിരലിലേക്കുമുള്ള എന്ത് പോകുന്നത്? വികാസം പ്രാപിക്കുന്നത് കേട്ടോ. അത്ര ഓർത്തിരുന്നാൽ മതി. പ്രോക്സിമൽ ഡിസ്റ്റൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ശരീരമധ്യത്തിൽ നിന്നും, അതായത് മധ്യത്തിലുള്ള അവയവങ്ങളെല്ലാം എന്താവും? വികാസം പ്രാപിക്കണം. അതിനുശേഷമാണ് വശങ്ങളിലേക്ക്, കൈയുടെ വിരലിലേക്കും കാലിൻ്റെ വിരലിലേക്കും ഒക്കെ വികാസം പ്രാപിക്കുന്നത് ഓർത്തിരിക്കണം. അതാണ് ഇവിടെ പറയുന്നുണ്ടോ. ശരീരമധ്യഭാഗത്തുള്ള ഹൃദയം, കരൾ, ശ്വാസകോശം, വൃക്കകൾ എന്നീ മർമ്മപ്രധാനമായ അവയവങ്ങളും ഉദരഭാഗങ്ങളും വികാസം പ്രാപിച്ച ശേഷമാണ് വിരൽ തുമ്പിലേക്ക് വികാസം എത്തുന്നത്. അതുകൊണ്ടാണ് ശരീരം മധ്യത്തിൽ നിന്നും വശങ്ങളിലേക്ക് എന്ന് പറയുന്നത്. മധ്യത്തിലുള്ള ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം വികാസം പ്രാപിച്ചതിന് ശേഷം മാത്രമേ ചെറിയ 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 പാർട്ടിലേക്ക് എന്ത് പോവുകയുള്ളൂ? വികാസം എന്താണ് നടക്കുകയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഉദാഹരണമായി ഉദരവും ഉരസും ഉപയോഗിച്ച് കമിഴ്ന്നതിന് ശേഷം കൈകാലുകൾ നടക്കുന്നു. അതായത് ആദ്യം മുതൽ പിന്നെ ബാഹു, അതിനുശേഷം കൈവിരൽ എന്നീ ക്രമത്തിലാണ് വികാസം നടക്കുന്നത്. വിരലിൻ്റെ സൂക്ഷ്മപേശികൾ പ്രയോഗിക്കാൻ 4 വയസ്സായ കുട്ടികൾക്ക് പോലും പ്രയാസം അനുഭവപ്പെടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. കാരണം 4 വയസ്സ് നമ്മൾ പ്രീ സ്കൂളിലൊക്കെ ചേർക്കും അല്ലേ? LKG, UKG അതുപോലെ തന്നെയുള്ള കിൻഡർ ഗാർഡൻ, അംഗൻവാടികളൊക്കെ ചേർക്കുമ്പോൾ മനസ്സിലാവും. കുട്ടികളൊക്കെ കളർ അടിക്കാനും അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞല്ലേ അല്ലേ, നമ്മൾ കൊച്ചു ക്ലാസ് ചെയ്യുന്ന പരിപാടിയൊക്കെ തന്നെ നിങ്ങൾ കളിക്കൊടുക്കുക ലേബറിൻ്റെ അല്ല ബാലരമയൊക്കെ എടുത്ത് നോക്കി കാണാൻ പറ്റും. ഇതുപോലുള്ള കുത്തുകളിട്ട് അതുവഴിയൊക്കെ ഇല്ലേ കണ്ടില്ലേ എന്ത് ചെയ്യാനായിട്ട് പറയും? ഒരു വരച്ച് ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറയും. ഇപ്പോൾ ഇതിങ്ങനെയാണെങ്കിൽ ഒരു എന്ന് അല്ലേ നമ്മളിപ്പോൾ ഇങ്ങനെ കുത്തിട്ട് കൊടുക്കുകയാണ്. കാരണം അവരുടെ പേശീ വികസനം, സൂക്ഷ്മമായിട്ടുള്ള പേശീ വികസനം നടക്കുമെന്ന് അറിയാനായിട്ടാണ് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്. അവർ 2 കൈ ഉപയോഗിച്ച് ഇങ്ങനെ ഈ ഡോട്ടിൽ കൂടി തന്നെ അവർ അവിടെ പെൻസിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരെ കൊടുത്തിരിക്കുന്ന കല്ല് പെൻസിൽ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് അറിയാനായിട്ടാണ് ഈ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം കുട്ടികളുടെ മൈന്യൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് എവിടെയാണ്? ഈ പ്രത്യേകിച്ച് കൈയിൻ്റെയും കാലിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് സ്കൂൾ കാലഘട്ടത്തിലാണ്, അതായത് പ്രീ സ്കൂൾ കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് KG, LP, UP തലങ്ങളിലാണ് കുട്ടികൾക്കുള്ള ഈ തരത്തിലുള്ള വികാസങ്ങൾ നമ്മൾ പ്രാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചു ക്ലാസ്സിൽ പഠിപ്പിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. കുട്ടികളുടെ എന്താണ് ശരീരമധ്യത്തിൽ നിന്നും വശങ്ങളിലേക്കുള്ള എന്താണ് സമീപസ്ഥ ദൂരസ്ഥ ദിശാക്രമം അല്ലെങ്കിൽ പ്രോക്സിമൽ ഡിസ്റ്റൽ ഡയറക്ഷൻ പ്രാപിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ കണ്ടോ, 4 വയസ്സായ കുട്ടികൾക്ക് പോലും സൂക്ഷ്മമായ പേശികൾ, അതായത് കൈയിൻ്റെ 2 വിരൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ചലനം സാധ്യമാകുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇനിയും മുതിർന്നവരെ പോലെ സൂക്ഷ്മമായി വരയ്ക്കാനും ചായമിടാനും വരകൾക്കുള്ള പുറത്തു കിടക്കാതെ എഴുതാനും വിഷമം നേടുന്ന പ്രൈമറി കുട്ടികളെ നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കൊടുക്കുക. ഇപ്പോൾ നമ്മളൊരു പിക്ചർ കൊടുത്തിട്ട് അതിന് കളറടിക്കാൻ കൊടുക്കുക. അത് നമ്മൾ കളറടിച്ച് വരുമ്പോൾ അവരിങ്ങനെ അടിച്ച് വരും, ഇങ്ങനെ തെറിച്ചു പോകും അല്ലേ? കണ്ടിട്ടില്ലേ? അതായത് എല്ലാ ഭാഗമൊന്നും ക്ലിയർ ആണോന്നില്ല. ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ്സൊക്കെ എത്തി കഴിയുമ്പോഴാണ് കുട്ടികൾ പിന്നും ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഈ ഔട്ടറൊക്കെ വരച്ചതിന് ശേഷം അകത്ത് പിന്നെ സ്പീഡിൽ അടിക്കുന്നത്. അവർ ആദ്യമേ അടിക്കുമ്പോൾ എന്താണ്, കൊച്ചു പിള്ളേരെ സ്കെച്ച് കൊടുത്ത് നോക്കി ഇങ്ങനെ കുത്തി വരച്ച എല്ലാം പകുതിക്ക് പുറത്ത് പോകും. അല്ലാതെ ചെയ്യുന്ന കുട്ടികളുണ്ട്, സൂക്ഷ്മപേശി വികാസം നല്ലപോലെ നടക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ മെജോറിറ്റി ഇങ്ങനെ പുറത്തു പോയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം ഈ ഒരു കാലഘട്ടത്തിൽ. ഇനിയും ഈ 2 വികസന ക്രമങ്ങൾക്ക് പൊതുവിൽ വികസന ഗതി നിയമം എന്ന് പറയുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം. അതായത് ഈ പറഞ്ഞ പ്രോക്സിമൽ ഡിസ്റ്റൽ ഡയറക്ഷനെയും അതുപോലെ തന്നെ സെഫോകോഡൽ സീക്വൻസിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് വികസന ഗതി നിയമം. അതായത് വികസനത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള നിയമങ്ങളാണ് ഈ പറഞ്ഞ 2 അതായത് നമ്മുടെ സാമീപ്യ ദൂരസ്ഥ ദിശാക്രമവും ശിരപാത ആഭിമുഖ്യക്രമവും. ഇത് 2 ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം. ഒന്ന്, ശിരസിന് അല്ലെങ്കിൽ തലച്ചോറ് വളർച്ച അല്ലെങ്കിൽ വികാസം പ്രാപിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള ശരീരഭാഗങ്ങളുടെ വികാസം പ്രാപിക്കുന്നത്. 2, ശരീരമധ്യത്തിലുള്ള അവയവങ്ങളുടെ അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ വികാസം പ്രാപിച്ചതിന് ശേഷമാണ് കൈയുടെ വിരലിലേക്കും കാലിൻ്റെ വിരലിലേക്കുമുള്ള വികാസം പ്രാപിക്കുന്നത് ഓർത്തിരിക്കണം. ഇംഗ്ലീഷ് ടൈംസിൽ പറഞ്ഞാൽ പ്രോക്സിമൽ ഡിസ്റ്റൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമധ്യത്തിൽ നിന്നും വശങ്ങളിലേക്ക് സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം എന്ന് പറയുന്നു. മറ്റേത് സെഫോകോഡൽ സീക്വൻസ്, ശിരപാത ആഭിമുഖ്യക്രമം, തല മുതൽ പാദം വഴി എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നു. ഇവ 2നെയും കൂടി കൂട്ടി എന്ത് പറയുന്നു? വികസന ഗതി നിയമം എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടും. അപ്പോൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം. 2ാമത്തെ പോയിൻ്റകത്ത് എന്താണ്? വികാസം
ക്രമീകൃതമാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ 2 വര ഇടണം. എങ്ങോട്ട് വരും? അവന്മാർ ഒന്ന് സബ്ഫോക്കോഡൽ സീക്വൻസും മറ്റേ പ്രോക്സിമൽ ഡിസ്റ്റൽ ഡയറക്ഷനും. ഇതിന് രണ്ടും കൂടി കൂട്ടി ഇൻറ്റാബ്ലേറ്റ് ചെയ്ത് തന്നെ പറയും വികസന ഗതി നിയമം. ഇങ്ങനെ എഴുതി വെച്ചാൽ മതി, പിന്നെ നിങ്ങൾക്ക് തെറ്റത്തില്ല കേട്ടോ. ഈ രണ്ടിൻ്റെ ചെറിയ പോയിന്റ് എഴുതിയിട്ട് അതിൻ്റെ താഴോട്ട് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി വികസന ഗതി നിയമം. ഇത് രണ്ടും കൂടി കൂട്ടി പറയുന്നതാണ്. കാരണം വികാസിൻ്റെ ഗതികളെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന നിയമങ്ങളാണ് ഈ പറയുന്ന രണ്ടെണ്ണം കേട്ടോ. അതുകൊണ്ട് തന്നെ അവയ്ക്ക് പറയുന്ന പേരാണ് വികസന ഗതി നിയമം. മൂന്നാമത്തെയാണ് വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ സഞ്ചിത രേഖയൊക്കെ നമ്മൾ പഠിച്ച അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡൊക്കെ നമ്മൾ പഠിച്ചല്ലേ, അതായത് ആരംഭം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ റെക്കോർഡാക്കി വെക്കുന്ന സാധനമാണ് സഞ്ചിത രേഖ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ വികാസം എന്നത് എങ്ങനെയാണ്? സഞ്ചിത സ്വഭാവം, അതായത് ആരംഭം മുതൽ തന്നെ പ്രാപിക്കുന്നതാണ്. നമ്മുടെ അനുസൃതമാണെന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു പോയിന്റാണ് ഈ പറഞ്ഞ സഞ്ചിത സ്വഭാവത്തോടു കൂടിയുള്ളതാണെന്ന് നോക്കി. വികസനം സഞ്ചിത സ്വഭാവത്തോടു കൂടിയുള്ളതാണ്. ആദ്യം ഉണ്ടാകുന്ന വികാസങ്ങൾ ഒന്നു ചേർന്ന് സഞ്ചിത രൂപമാകുന്നതുകൊണ്ടാണ് തുടർന്നുള്ള വികസനം സാധ്യമാകുന്നത്. ഉദാഹരണമായി കൊച്ച് കേൾക്കുന്നു, കാണുന്നു, രുചിക്കുന്നു, സ്പർശിക്കുന്നു. ഇതെല്ലാം ഒന്നു ചേർന്നുണ്ടാകുന്ന സംവേദനമാണ് പ്രത്യക്ഷണത്തിന് സഹായിക്കുന്നത്. ഈ 2 വേക്ക് ഓർത്തിരിക്കണം. ഒന്ന് സംവേദനം അല്ലെങ്കിൽ സെൻസേഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തേത് പ്രത്യക്ഷണം അഥവാ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, തൊലി അല്ലേ, ഇതിൻ്റെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ മൂലമുണ്ടാകുന്ന, ഇപ്പം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്, സ്ക്രീൻ കാണുന്നുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ അമ്മ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ മണം നമുക്ക് അടിക്കുന്നുണ്ട്. നമ്മുടെ ഫാൻ കറങ്ങുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇല്ലേ, ലൈറ്റ് കത്തുന്നതായിട്ട് അല്ലെങ്കിൽ ലൈറ്റ് കത്തിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ദേഹത്തൊക്കെ ഇപ്പോൾ ഒരു നമ്മൾ ക്ലാസ് പോകുന്ന കൊതുകൊക്കെ വന്നിരിക്കത്തില്ലേ, നിങ്ങൾ അറിയാതെ തന്നെ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് കൊതുകിനെ കൊല്ലാൻ പോകത്തില്ലേ. അപ്പോൾ എന്താണ്, നമ്മളവിടെ സ്കിന്നിൻ്റെ കാര്യങ്ങളൊക്കെ, അതായത് ഈ പഞ്ചേന്ദ്രിയങ്ങൾ വഴി നമ്മൾ അറിയുന്ന കാര്യങ്ങൾക്ക് പറയുന്ന പേരാണ് സെൻസേഷൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്നു, കാണുന്നു, രുചിക്കുന്നു, സ്പർശിക്കുന്നു, ഇതെല്ലാം സെൻസേഷനാണ്. ഈ സെൻസേഷൻ വന്നോ ഇല്ലയോ എന്നറിയുന്നതാണ് പെർസെപ്ഷണം അല്ലെങ്കിൽ നമ്മുടെ പ്രത്യക്ഷണം അഥവാ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കാലിൻ്റെ തള്ളവിരലിൽ ഒരു കൊതുക് വന്ന് കുത്തിയെങ്കിൽ കാലിൻ്റെ തള്ളവിരൽ തന്നെ നമ്മൾ അടിക്കണമെങ്കിൽ എങ്ങോട്ട് പോകണം? ഈ പറഞ്ഞ കൊതുക് കുത്തി എന്നുള്ളത് ബ്രെയിനിലേക്ക് പോകണം, ശരിയല്ലേ? അങ്ങനെ ബ്രെയിനിലേക്ക് ഇതിനെ അയക്കുന്നതിന് പറയുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് പ്രത്യക്ഷണം. അല്ലെങ്കിൽ സംവേദനത്തിന് ഒരു അർത്ഥം കൈവരിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നു? പ്രത്യക്ഷണം ഉണ്ടാവുന്നു. ഇപ്പം നമ്മൾ ക്ലാസ് കേൾക്കുന്ന ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായി? ഒരു പ്രത്യക്ഷണം ഉണ്ടായി. ഈ എടുക്കുന്ന സബ്ജക്റ്റ് സൈക്കോളജിയാണ് എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, നമുക്കിത് പഠിക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ അതെന്താണ്? ഒരു പ്രത്യക്ഷണമായിട്ട് മാറി. അല്ലാതെ ഒരു ചെവിക്കൂടി കയറ്റി മറ്റേ ചെവിക്കൂടി ഇറക്കുവാണെങ്കിൽ അതിന് പ്രത്യക്ഷണം എന്ന് പറയാൻ പറ്റുകയില്ല, പെർസെപ്ഷൻ എന്ന് പറയാൻ പറ്റുകയില്ല. ഇപ്പം നമ്മളൊരു സാധനം നിങ്ങളിപ്പോൾ കഴിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്, ചിലർ കഴിക്കാൻ പോകുന്നവരാണ്. നമ്മളൊരു കറി അല്ലെങ്കിൽ നമ്മൾ ചോറ് അല്ലെങ്കിൽ നമ്മൾ കഞ്ഞി കുടിക്കുമ്പോൾ അതിൻ്റെ രുചി നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ കൊള്ളാം എന്നൊരു ബോധ്യം നമുക്ക് വന്നാൽ അതെന്താണ്? സെൻസേഷൻ വഴി നമുക്കുണ്ടായ ഒരു റിസൾട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ സെൻസേഷൻ വഴി നമുക്കുണ്ടായ ഒരു പ്രത്യക്ഷണമാണ്. അങ്ങനെ സെൻസേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളും, പ്രത്യക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനൊരു അർത്ഥം കൈവരിക്കുമ്പോൾ വരുന്ന കാര്യങ്ങളുമാണ്. ഇനിയും ഇത് കണ്ടോ, ഇത് പ്രത്യക്ഷണമാണ് ശിശുവിൻ്റെ കോൺസെപ്റ്റുലേഷൻ. അതായത് എന്താണ് അവൻ്റെ കാലിൽ കുത്തിയത്, അല്ലെങ്കിൽ എന്ത് ഭക്ഷണമാണ് അവൻ കഴിച്ചത്. ഇപ്പോൾ ലഡു കഴിക്കുക, നല്ല മധുരം വേണം, അല്ലെങ്കിൽ ഉണ്ട ഷേപ്പ് വേണം അല്ലേ, എന്നൊക്കെ അവൻ കണ്ടും അതുപോലെ തന്നെ മണത്തും രുചിച്ചും ഒക്കെ നോക്കുമ്പോൾ അവിടെ ഒരു കോൺസെപ്റ്റ് അവനുണ്ടാവും. എന്താണ്? അവൻ കഴിച്ചതൊരു ലഡുവാണ് എന്നൊരു കോൺസെപ്റ്റ് അവന് വരും. അവിടെ എന്തുണ്ടാവും? ഈ സംവേദനവും പ്രത്യക്ഷണവും ഒരുമിക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ടാവും, നമ്മുടെ കോൺസെപ്റ്റുലേഷൻ ഉണ്ടാവും, അതായത് ഒരു കോൺസെപ്റ്റ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇത്ര ഓർത്തിരുന്നാൽ മതി. സംവേദനവും പ്രത്യക്ഷനോട് കൂടി ചേർന്നാണ് ആരുണ്ടത്? സംരക്ഷണം ഉണ്ടാകുന്നതെന്ന് ഓർത്തിരിക്കണം. അതായത് സെൻസേഷനും പ്രത്യക്ഷനോട് കൂടിയെങ്കിൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? ഒരു കോൺസെപ്റ്റ് അവിടെ ഫോം ആകത്തുള്ളൂ. അവിടെ നിന്നും എങ്ങോട്ട് പോകും? ഒരു അന്തർദൃഷ്ടിയിലേക്ക് പോകും, അതായത് ഒരു ഇൻസൈറ്റ്ഫുൾ ലേണിങ്ങിലേക്ക് പോകും. അടുത്ത വട്ടം നിങ്ങൾ ഈ മണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ലഡുവിൻ്റെ മണമാണ്, ഇത് മീൻ മറക്കുന്ന മണമാണ് ഇല്ലേ. നമുക്ക് ചില ഹോട്ടലിലെ വാതിക്കൂടെയും ചില വഴിക്കൂടിയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നല്ല മീൻ ഒക്കെ വറക്കുന്നതും ചിക്കൻ വറക്കുന്നതൊക്കെ മണം നമ്മുടെ മൂക്കിലടിച്ച് കയറും ഇല്ലേ. അപ്പോൾ നമുക്ക് അപ്പോഴേ സെൻസ് ചെയ്യാൻ പറ്റും, എന്താണ് അവിടെ മീനാണ് വറക്കുന്നത് എന്ന് നമുക്ക് അപ്പോഴേ പറയാൻ പറ്റും, ശരിയല്ലേ. ഇപ്പോൾ നമ്മുടെ വഴിക്കൂടിയൊക്കെ ഇപ്പോൾ ഈ 3 മണി 4 മണി സമയത്തൊക്കെ വഴിക്കൂടി വരുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നല്ല വടകളൊക്കെ മേക്ക് ചെയ്യുന്ന, വട എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപ്പ് വട, ഉരുന്ന് വട ഒക്കെ നമ്മൾ ഏത്തക്കാപ്പൊക്കെ മേക്ക് ചെയ്യുന്ന
തട്ടുകടയുടെയൊക്കെ വാതൊക്കെ വരുമ്പോൾ നല്ല മണമാണ് അല്ലേ, നമ്മൾ ഓട്ടോമാറ്റിക്കലി അടിച്ച് അകത്തോട്ട് വരും. അവിടെ എന്തായി, ഒരു ഇൻസൈറ്റ് ഉണ്ടായി, ഇത് അത് തന്നെയാണ് സാധനം എന്ന് പറയും. അല്ല നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടോ വൈറ്റ് സൈഡിലൊക്കെ അത്തറ് വിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടോ? ഇവിടെയൊക്കെ ഇഷ്ടം പോലെ, ഞങ്ങളുടെ ഈ ചങ്ങനാശ്ശേരി കോട്ടയം ഏരിയയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇടയ്ക്ക് ഞാൻ കണ്ടുവരുന്നതാണ് ഈ അത്തറ് വിൽക്കുന്ന ആൾക്കാർ. അതായത് ഈ ഗോൾഡൻ ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് ഒരു വഴി സൈഡിൽ ഇങ്ങനെ ഇരിക്കുക, അത്തറ് വിൽക്കാണ്ട് സെൻറ്റ് വിൽക്കാനായിട്ട് നമ്മുടെ ഈ സ്പ്രേ ഒക്കെ വിൽക്കുന്ന ആൾക്കാരാണ്. അവർ ഈ വഴിക്കിരിക്കും. നിങ്ങളുടെയൊക്കെ നാട്ടിൽ വന്നിരിക്കാറുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടോ? ഈ ചങ്ങനാശ്ശേരി കോട്ടയം ഏരിയയിലൊക്കെ നിങ്ങൾ വരുവാണെങ്കിൽ ഒരു 3-4 പേരെ നിങ്ങൾക്ക് മിനിമം കാണാൻ പറ്റും ഒരു 10 കിലോമീറ്ററിനിടയ്ക്ക്. അവിടെ നമുക്കൊരു 100 മീറ്റർ ആകുമ്പോഴേ നമുക്ക് അവരുടെ മണം അടിക്കും. ഇവിടെ എന്തോ ഒരു നല്ല മണമുണ്ടല്ലോ എന്ന്. നിങ്ങളല്ലേ ബൈക്കിലൊക്കെ കാറിലൊക്കെ AC ഇടാതെ പോയി കഴിഞ്ഞാൽ വിൻഡോ ഒക്കെ തുറന്നിട്ട് പോകുന്ന ആൾക്കാരാണെന്നൊക്കെ മനസ്സിലാവും. ഞാൻ സ്ഥിരം ബൈക്കിന് യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇത് കൃത്യം നമുക്കറിയാൻ പറ്റും, ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ഒരു 100 മീറ്ററിന് ഇടയ്ക്ക് എവിടെയോ ഇവർ നിപ്പുണ്ട് എന്ന് നമുക്കൊരു മണം അടിച്ച് കയറും. അപ്പോൾ നമുക്കൊരു ഇൻസൈറ്റ് ഉണ്ടായി. കാരണം അവിടെ നമുക്ക് മൂക്ക് വഴി നമ്മൾ സെൻസ് ചെയ്തു, അത് നല്ലൊരു മണമാണ്, നമുക്ക് പെർസെപ്ഷൻ ഉണ്ടായി. അവിടെ നമ്മൾ കോൺസെപ്റ്റിലെത്തി ഇന്ന വ്യക്തിയോടുണ്ടെന്ന്. നമ്മൾ ഇൻസൈറ്റ് വഴി നമ്മൾ അന്തർദൃഷ്ടിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു വ്യക്തി അവിടെ കച്ചവടത്തിന് ഇരിപ്പുണ്ട്. അങ്ങനെയുള്ള ഒരു ഇൻസൈറ്റിലേക്ക് നമ്മൾ ഓരോ കാര്യങ്ങളും മാറും. അപ്പോൾ എന്താണ് ഈ പറഞ്ഞത്, ഈ സഞ്ചയ സ്വഭാവത്തോടെ നമ്മുടെ വികാസം സാധിക്കണമെങ്കിൽ ഈ 4 കാര്യങ്ങളോട് കടന്നു പോകണം. ആദ്യമായിട്ട് സെൻസേഷൻ ഉണ്ടാവണം, അതിനുശേഷം പെർസെപ്ഷൻ ഉണ്ടാവണം, അതിനുശേഷം കോൺസെപ്റ്റലൈസേഷൻ ഉണ്ടാവണം. അവിടെ നമ്മൾ ഇൻസൈറ്റ്ഫുൾ ലേണിങ്ങിലേക്ക് പോകണം. അവിടെ നമ്മൾ പുതിയ കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി കേൾവിയില്ലാതെ ഭാഷണമില്ലാതെ വായനയില്ലാതെ ലേഖനവും നടക്കാറില്ലല്ലോ. കണ്ടോ, നല്ലൊരു സെൻസ് അല്ലേ? അതായത് കേൾക്കാതെ നമ്മളെങ്ങനെയാ പറയാതെ എങ്ങനെയാ വായിക്കാതെ എങ്ങനെയാ നമ്മൾ എഴുതുന്നേ. അപ്പം ഇതൊന്നും അങ്ങനെ നടക്കാറില്ല. അതായത് ഭാഷണ വികസനവും സഞ്ചിത പ്രക്രിയയുടെ ഫലമായിട്ട് തന്നെ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ വികാസം എന്നത് എന്താണ്? ഇറ്റ്സ് എ ക്യൂമുലേറ്റീവ് പ്രോസസ്സ്, അല്ലെങ്കിൽ ഒരു സഞ്ചിത സ്വഭാവത്തോട് കൂടിയുള്ളതാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, വികാസം സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ വികാസം സാമാന്യത്തിൽ നിന്ന് വിഷയത്തിലേക്ക് കടക്കുന്നു. ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഈ വാക്കുകൾ എവിടെയും കേട്ടിട്ടുണ്ടോ? സ്ഥൂലവും സൂക്ഷ്മവും ഒക്കെ. നമ്മുടെ എലിസബത്ത് ബി ഹർലോക്കിൻ്റെ ശാരീരിക ചാലക വികാസനത്തെ നമ്മൾ എടുത്തു പറഞ്ഞ ടോപ്പിക്കാണ് സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മതയിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നത്. സ്ഥൂലം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം മൊത്തം, സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം പാർട്സ് എന്നർത്ഥം, അതായത് ചെറിയ ചെറിയ മൈന്യൂട്ട് പാർട്സ് എന്നർത്ഥം. അപ്പോൾ ഓർത്തിരിക്കണം, വികാസം എപ്പോഴും പ്രാപിക്കുന്നത് എങ്ങനെയാണ്? മൊത്തത്തിൽ നിന്നും ചെറിയ 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 പാർട്ടിലേക്കാണ് നടക്കുന്നത്. അന്ന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞിരുന്നു, നമ്മളൊരു 3 വയസ്സുകാരൻ്റെ മുമ്പിലേക്ക് അല്ലെങ്കിൽ ഒരു 2-2.5 വയസ്സുകാരൻ്റെ മുമ്പിലേക്ക് ഒരു പെൻസിലോ ഒരു ചെറിയ ബോളോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൊച്ച് ദേഹം അപ്പാടെ അതിൻ്റെ അടുത്തേക്ക് നിരക്കിക്കൊണ്ട് പോയി 2 കൈയും ഉപയോഗിച്ച് നെഞ്ചിനോട് ആ വസ്തു ചേർത്ത് പിടിച്ച് നമുക്കെടുത്ത് തരും. പക്ഷേ ഒരു 6 വയസ്സുകാരൻ 7 വയസ്സുകാരൻ മുമ്പിലേക്ക് ഈ സെയിം സാധനം ഇട്ട് കൊടുത്താൽ കൊച്ച് ഓടിച്ചെല്ലും, 2 പേരിൽ ഉപയോഗിക്കും സാധനം, അല്ലെങ്കിൽ ഒരു കൈ ഉപയോഗിക്കും, ബോൾ എടുക്കും, നമ്മുടെ കയ്യിൽ ഓടി തിരിച്ചുകൊണ്ട് വരും. അപ്പോൾ എന്താണ്, മൊത്തത്തിൽ നിന്നും കൊച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രക്രിയനെ കൊച്ചിനെ എങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റി? ചെറിയ മൈന്യൂട്ട് പാർട്ടിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റി. ഇപ്പോൾ സന്തോഷം വരുവാണെങ്കിൽ നമുക്കറിയാം, കൊച്ചു പിള്ളേരായ ഒരു 3 വയസ്സുകാരൻ 4 വയസ്സുകാരനൊക്കെ നമ്മളൊരു മുട്ടായി അല്ലെങ്കിൽ നമ്മളൊരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്താൽ ശരീരം മൊത്തത്തിൽ അവർ ഷെയ്ക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ അനക്കിയായിരിക്കും ആ സന്തോഷം പ്രകടിപ്പിക്കുന്നത്. ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ നമ്മളെ കെട്ടിപ്പിടിക്കും, ചിലപ്പോൾ നമ്മൾ എടുക്കാൻ പറയും, ഉമ്മ വെക്കും. ഇങ്ങനെയുള്ള വളരെ വൈകാരികമായിട്ടുള്ളൊരു പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് വരാം. പക്ഷേ വലുതായി ഒരു 10ാം ക്ലാസ്, ഒരു 12ാം ക്ലാസ്സൊക്കെ ആയ ഒരു കൊച്ചിന് നമ്മളൊരു മുട്ടായി കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ചിരിക്കും, വാങ്ങിക്കും, താങ്ക് യു പറയും അല്ലേ. ആ ഒരു ചെറിയ പാർട്ടിലേക്ക് അവൻ അല്ലെങ്കിൽ ആ ഒരു കൊച്ച് എന്താകുന്നു? കോൺസെൻട്രേറ്റഡ് ആകുന്നു. അപ്പോൾ എന്താണ്, മൊത്തത്തിൽ നിന്ന് ആരംഭിച്ച് എങ്ങോട്ടേക്ക് കടക്കും നമ്മുടെ വികാസം? സൂക്ഷ്മത്തിലേക്ക് കടക്കും. ഓർത്തിരിക്കണം, വികാസം എന്നത് എപ്പോഴും സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്കാണ് കടക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ സാമാന്യത്തിൽ നിന്നും വിശേഷത്തിലേക്ക്. സാമാന്യം എന്ന് പറഞ്ഞാൽ മൊത്തം എന്നർത്ഥം, വിശേഷം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പാട്ടെന്നർത്ഥം. ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് കേട്ടോ. ഈ വാക്കുകൾ ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും നവജാത ശിശുവിനെ പേശികൾ ചലിപ്പിക്കാൻ പ്രയാസമാണ്. അവയവങ്ങളുടെ സ്ഥൂലമായാണ് ചലിപ്പിക്കുന്നത്. ഒരു ശിശു, നമ്മൾ പറഞ്ഞ എക്സാമ്പിളാണ്, ഒരു കളിപ്പാട്ടം എടുക്കുന്നത് ശരീരം മുഴുവൻ കളിപ്പാട്ടത്തിനടുത്ത് എത്തിച്ച ശേഷം കൈയും ശരീരവും ചേർത്താണ്. 2 വയസ്സുള്ള കുട്ടി പെൻസിൽ പിടിക്കുന്നത് വിരലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടില്ല, മറിച്ച് കൈപ്പത്തി അപ്പാടെ ഉപയോഗിച്ചാണ്. അതായത് ഒരു കൈ മൊത്തം ഉപയോഗിച്ചുകൊണ്ടാണ് അവൻ ആ കാര്യം പിടിക്കുന്നത്. കുട്ടിക്ക് കോപം വന്നാൽ അതിൻ്റെ പ്രകടനം പല്ല് ഞെരിക്കുകയോ മുഖഭാവത്തിലൂടെ ഒതുക്കാനോ സാധിക്കുകയില്ല. സങ്കടം വന്നാലും കരയുകയും ചവിട്ടുകയും കടിക്കുകയും നിയന്ത്രണമില്ലാതെ പെരുമാറുകയും ചെയ്യുന്നത് സാധാരണമാണ്. ചെറിയ വേദനകൾ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ പോലും കുട്ടികൾക്ക് വലിയ
എന്താണ് ചെറിയ ചെറിയ വേദന ഉണ്ടാകുന്ന അനുഭവങ്ങൾ കുട്ടിക്കുണ്ടായാലും വളരെയധികം വേദന ഉണ്ടാകുന്ന അനുഭവങ്ങൾ കുട്ടിക്കുണ്ടായാലും കരച്ചിലിൻ്റെ തീവ്രത ഏകദേശം ഒരുപോലെ ആയിരിക്കും. ശരിയല്ലേ? ചെറിയൊരു കാര്യം മതി കരയാൻ. ആ ഒരു വലിയ കാര്യം കിട്ടിയാലും ആ ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ കൊച്ചു കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പം തീവ്രത നമുക്ക് അളക്കാനായിട്ട് സാധിക്കുകയില്ല. ഇനിയും ഭാഷാപരമായ വികാസം നടക്കുന്നത് സാമാന്യത്തിൽ നിന്ന് വിശദത്തിലേക്കുന്ന ക്രമത്തിൽ തന്നെയാണ്. വാങ്കേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ വോക്കൽ ഓർഡൻസ് സ്ഥൂലമായവ സൂക്ഷ്മമായി ചലിപ്പിച്ച് വാക്കുകൾ ഉച്ചരിക്കാനും നവജാത ശിശുവിന് സാധിക്കുന്നത്. അതായത് സെൻറ്റൻസുകൾ നമ്മൾ പറയുന്ന കുട്ടികൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവരൊരു കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് മൊത്തത്തിൽ നടന്ന കാര്യങ്ങൾ പറയും. ശരിയല്ലേ? നിങ്ങൾ LP ക്ലാസ്സിലുള്ള പിള്ളേരെ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ കൊച്ചു കുട്ടികൾ വീട്ടിലുണ്ടെന്ന് നിങ്ങൾക്കറിയാം. എന്നാണ് അവിടെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ അവൻ രാവിലെ എണ്ണീറ്റപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾക്ക് അനുഭവമില്ലേ? അപ്പോൾ എന്താണ്, കുട്ടികൾ അവരുടെ ഒരു കാര്യം നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മൊത്തത്തിൽ നടന്ന കാര്യം വേണ്ട അവസാനത്തെ ഒരു വാക്കായിരിക്കും അവിടെ നടന്ന പ്രശ്നം എന്നാണ്. ഇപ്പോൾ സ്കൂളിൽ ഒരു അടിപിടി ഉണ്ടായി, 1ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 2ാം ക്ലാസ്സിലോ അടിപിടി ഉണ്ടായി. നിങ്ങൾ ആ പിള്ളേരുടെ എന്നാ മക്കളെ പ്രശ്നം ചോദിച്ചാൽ അവർ പറയും, എൻ്റെ പൊന്നു സാറേ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ അവൻ എന്നെ വന്ന് തോണ്ടാമെന്ന് ഞാൻ അവനോട് പറഞ്ഞതാണ് പല വട്ടം തോണ്ടരുത്. അപ്പോൾ എന്നോട് അനുഭവം എന്ന് പറഞ്ഞു, നീ തോണ്ടിക്കോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇന്നും ഇങ്ങനെ വളരെ ഹിസ്റ്ററി അടക്കം അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് മൊത്തത്തിൽ നടന്ന കാര്യങ്ങൾ അവർ പറഞ്ഞിട്ട് ചെറിയ കാര്യത്തിലേക്ക് അവർ വരും. അപ്പോൾ അതാണ് ഇവിടെ ഓർക്കേണ്ടത്. കുട്ടികളിലുണ്ടാകുന്ന എല്ലാ ഇതും അല്ലെങ്കിൽ വികസന പ്രക്രിയകൾ എപ്പോഴും എന്താണ്, സ്ഥൂലത്തിൽ നിന്നും മൊത്തത്തിൽ നിന്നുമാണ് എങ്ങോട്ട് വരുന്നത്, സൂക്ഷ്മത്തിലേക്ക് വരുന്നത്. അടുത്ത ഒന്നുകൂടി പറഞ്ഞിട്ട് നിർത്താം. നോക്കിയേ, വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പഠിക്കണം. നമുക്കറിയാം വികാസം എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ഹെറിഡിറ്ററിയും അതുപോലെ തന്നെ പരിസരത്തെയും ആശ്രയിച്ചിരിക്കും, നമ്മുടെ എൻവയോൺമെൻറ്റിനെ ആശ്രയിച്ചിരിക്കും. സിമ്പിളായിട്ട് എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഡോക്ടറുടെ കൊച്ച് ഭാവി വളർന്നു വരുമ്പോൾ ആരാനാണ് സാധ്യത? ഡോക്ടർ തന്നെ ആകാനാണ് സാധ്യത അല്ലേ? അഡ്വക്കേറ്റിന് അല്ലെങ്കിൽ ഒരു വക്കീലിൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ അവർ വളർന്നു വന്ന സാഹചര്യം അതായതുകൊണ്ട് തന്നെ അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ എന്നായും പറ്റും, ഈ പറഞ്ഞ വക്കീൽ തന്നെ ആയിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനിയും ഒരു ടീച്ചറുടെ മക്കളാണെങ്കിലോ ഒബ്വിയസ്ലി ടീച്ചറായിട്ട് തന്നെ പോകും അല്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വികാസം കുട്ടികളെ പ്രാപിക്കുന്നത് ഒന്ന് പാരമ്പര്യത്തെ ആശ്രയിക്കും, ഹെറിഡിറ്ററിയെ ആശ്രയിക്കും. 2 പരിസരത്തെ ആശ്രയിക്കും, അവർ ജീവിക്കുന്ന അല്ലെങ്കിൽ അവർ വസിക്കുന്ന പരിസരത്തെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ വളരെ മുന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലിയിലുള്ള കൊച്ചാണെന്ന് വെക്കുക. കൊച്ചിൻ്റെ കുടുംബത്തിൽ വളരെ കഷ്ടത അല്ലെങ്കിൽ കള്ളു കുടിച്ച് വരുന്ന ഒരു മാതാവും പിതാവും അതുപോലെ തന്നെ മക്കളെ ശ്രദ്ധിക്കാത്ത ഒരു മാതാവും പിതാവും ആണെങ്കിൽ കൊച്ച് നല്ല രീതിയിലൂടെ പോകും തോന്നുന്നുണ്ടോ? ഇല്ല. ഇനി അത് വേണ്ട പോട്ട്, കൊച്ചിനെ നമ്മളൊരു 5ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ നമ്മൾ സ്കൂളിലെ ബോർഡിങ്ങിൽ കൊണ്ട് ചേർത്തു. കൊച്ചിന് കിട്ടിയ കൂട്ടുകെട്ട് വളരെ മോശമാണ്. പക്ഷേ അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ റിച്ചാണ്, വളരെ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണെന്നൊക്കെ പറഞ്ഞാലും പരിസരം മോശമാകുമ്പോൾ എന്നാ സംഭവിച്ചു, നമ്മുടെ കൊച്ച് അഴുക്കായിട്ട് പോകാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വികാസം പ്രാപിക്കണമെങ്കിൽ അവിടെ പരിസരവും അതുപോലെ തന്നെ പാരമ്പര്യവും നല്ല രീതിയിൽ പ്രവർത്തിക്കണം. കുഞ്ഞുങ്ങളുടെ പരിസരയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നവരാണ് സ്കൂളും അധ്യാപകരും. അതുകൊണ്ട് തന്നെ കൊച്ചുങ്ങളായിരിക്കുന്ന പരിസരം അല്ലെങ്കിൽ കൊച്ചുങ്ങളായിരിക്കുന്ന എൻവയോൺമെൻറ്റ് വളരെ മനോഹരമാക്കി മാറ്റുവാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുവാനും നമ്മൾ ആ ഒരു പ്രായത്തിൽ നമ്മൾ നോക്കണം കേട്ടോ. അപ്പം ചിലപ്പം ചില ഹെറിഡിറ്ററി കുറവുള്ള കൊച്ചിന് നമ്മൾ എൻവയോൺമെൻറ്റ് ശരിയാക്കിയാൽ കൊച്ച് ശരിയാവും, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ശരിയുള്ള കൊച്ചിന് നമ്മൾ ഹെറിഡിറ്ററി യാതൊരു മാറ്റവും വരുത്താൻ പറ്റത്തില്ല അല്ലേ? പാരമ്പര്യമായിട്ട് കിട്ടുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മാറ്റം വരുത്താൻ പറ്റത്തില്ല. ജന്മനാ ലഭിക്കുന്നതൊക്കെ നമ്മൾ പാരമ്പര്യമായിട്ട് വേണമെങ്കിൽ പറയാം. അതിന് ഇന്ന് നമുക്ക് പുതിയ ചേഞ്ച് വരുത്താൻ പറ്റത്തില്ല. പക്ഷേ ഈ പറഞ്ഞ എൻവയോൺമെൻറ്റിൽ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് വരുത്താം, അല്ലെങ്കിൽ പരിസരത്തിന് നമുക്ക് ചേഞ്ച് വരുത്താം. അങ്ങനെ ഒരു ചേഞ്ച് വരുത്താനായിട്ട് നമ്മൾ ക്ലാസ് മുറികളിൽ ശ്രദ്ധിക്കണം. ഓക്കെ. ക്രോമസോമിലുള്ള ജീനുകളിൽ നിന്ന് മാതാപിതാക്കളുടെ സ്വഭാവവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപിക്കുന്ന പ്രക്രിയയാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ജന്മനാ ലഭിക്കുന്നത് എന്തോ അതാണ് പാരമ്പര്യം. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. കണ്ടോ, ജന്മനാ ലഭിക്കുന്ന എന്താണോ അതാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. ത്വക്ക്, മുടി, കണ്ണ് എന്നിവയുടെ നിറം, മുഖത്തിൻ്റെ ആകൃതി, ശരീരത്തിൻ്റെ ഉയരം, വർണ്ണാന്തിത തുടങ്ങിയവ പാരമ്പര്യമായി ലഭിക്കുന്ന ചില പരീക്ഷണങ്ങൾ തെളിയിക്കുന്നുണ്ട്. ബുദ്ധി, അഭിക്ഷമതകൾ, മനോഭാവങ്ങൾ, സംസ്കാരങ്ങൾ തുടങ്ങിയവയിൽ പരിസരത്തിൻ്റെ സ്വാധീനം നിർണായകമാണ്. കണ്ടോ, എന്തൊക്കെയാണ്? ബുദ്ധി, ഇൻ്റലിജൻസ്, അഭിക്ഷമത, ആപ്റ്റിറ്റ്യൂഡ്, മനോഭാവങ്ങൾ, സംസ്കാരം എന്നിവയിൽ പരിസരത്തിൻ്റെ സ്വാധീനം നിർണായകമാണ്. പാരമ്പര്യമായി എത്ര തന്നെ മേന്മയുണ്ടായിരുന്നാലും അനുകൂലമായ പരിസ്ഥിതി ഇല്ലാതെ വികാസമുണ്ടാകില്ല. കണ്ടോ, അതായത് ഞാൻ ഭയങ്കര ഹൈലി റിച്ച് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഹൈലി റിച്ച് ഹെറിഡിറ്ററി നിന്നാണ് വന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. ആ കൊച്ചിന് കിട്ടുന്ന പരിസരം അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് മോശമാണെങ്കിൽ കൊച്ചും എന്തായിട്ട് മാറും? ആ ഒരു ലെവലിലേക്ക് കൊച്ച് പോകും. ഇനിയും
വിത്ത് എത്ര നന്നായാലും പാറപ്പുറത്ത് വിളയുകയില്ലല്ലോ. നമുക്കൊരു വിത്തിൻ്റെ ഉപമയൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട് അല്ലേ. എത്ര വിത്ത് നന്നായിരുന്നാലും പാറപ്പുറത്ത് വീണാൽ എന്ത് ചെയ്യത്തില്ല, അത് വിളയത്തില്ല. നല്ല മണ്ണിൽ തന്നെ വീഴണം നല്ല വിളവ് ലഭിക്കണമെങ്കിൽ. ദാരിദ്ര്യം, അവസര നിഷേധം, കുടുംബ കലഹം തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങൾ ലഭ്യമാകുന്നെങ്കിൽ എത്ര ബുദ്ധിമാനും പാരമ്പര്യ ഗുണം സിദ്ധിച്ചവനും വികാസത്തിൽ പിന്നോട്ട് പോകുക തന്നെയും. നമ്മൾ മുമ്പേ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. എന്നാ മികച്ച രീതിയിൽ ഹെറിറ്ററി ഉണ്ടെന്ന് പറഞ്ഞാലും യാതൊരു രക്ഷയും അവിടെയില്ല. രണ്ട് ഘടകങ്ങളും പരസ്പര പൂരകങ്ങളാണ് എന്ന് പറഞ്ഞാൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരാൾ കുറഞ്ഞാൽ ഒരാൾ കയറിയേ പറ്റത്തുള്ളൂ, ഒരാൾ ഇറങ്ങിയാൽ ഒരാൾ ഹൈ ആയിട്ട് നിന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൂരകങ്ങളാണ്. ഇനിയും വികാസത്തെ ഒരു മട്ടത്രികോണമായി കണക്കാക്കിയാൽ, അതായത് മട്ടത്രികോണം വെച്ചാൽ റൈറ്റ് ആംഗിൾ, നമുക്കറിയാം ഒരു സൈഡ് 90 വരുന്നതാണ് റൈറ്റ് ആംഗിൾ അല്ലേ. വികാസത്തെ ഒരു മട്ടത്രികോണമായിട്ട് കണക്കാക്കിയാൽ നമുക്കറിയാം പാരമ്പര്യത്തെ നമുക്ക് യാതൊരു ചേഞ്ചും വരുത്താൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ പാരമ്പര്യം സ്ഥിരമായിട്ടുള്ള, ജനിച്ചു കഴിഞ്ഞാൽ അവന് പാരമ്പര്യം സ്ഥിരമായി പോയി, അതിന് നമുക്ക് യാതൊരു മാറ്റം വരുത്താൻ പറ്റത്തില്ല. പക്ഷേ കൊച്ചിൻ്റെ വികാസം നമുക്ക് വേണമെങ്കിൽ ചേഞ്ച്, അല്ലെങ്കിൽ നമ്മുടെ പരിസരം വേണമെങ്കിൽ ചേഞ്ച് ആക്കാം. നല്ലൊരു ലേണിംഗ് അറ്റ്മോസ്ഫിയർ അല്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ലേണിംഗ് അറ്റ്മോസ്ഫിയർ നമുക്ക് കൊച്ചിന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പരിസരം നമുക്ക് മാറ്റിക്കൊണ്ടിരുന്നാൽ കൊച്ചിൻ്റെ വികാസം കണ്ടോ, ആദ്യം ഇതിൻ്റെ ഏരിയ വളരെ കുറവാണ് അല്ലേ. ഈ താഴത്തെ ഒരു ട്രയാങ്കിൾ നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ താഴത്തെ ത്രികോണം നോക്കുവാണെങ്കിൽ ഇതിൻ്റെ പാരമ്പര്യം ഇത്രയേ ഉള്ളൂ, സ്ഥിരമായിട്ടുള്ള ഒരെണ്ണമാണ്. പരിസരത്തിൻ്റെ വികാസം ഇത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള ഏരിയ കണ്ടോ വളരെ കുറവാണ്. പക്ഷേ വീട്ടിൽ നിന്നുള്ള പ്രശ്നമാണെന്ന് കണ്ടുകൊണ്ട് ഒരു അധ്യാപകൻ അവനെ അധ്യാപകൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ അധ്യാപകൻ്റെ നേതൃത്വത്തിൽ പഠിപ്പിച്ചു തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അവൻ്റെ വികാസം കണ്ടോ, അവൻ്റെ പരിസരം മാറി. അപ്പോൾ എന്ത് ചെയ്തു, അവൻ്റെ ആ നിൽക്കുന്ന പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അവൻ്റെ വികാസത്തിൻ്റെ ലെവൽ കണ്ടോ ഇത്രയും ഏരിയ ആയിട്ട് കൂടി. ഇനിയും അവനെ വീണ്ടും ഹയർ സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ട് പുറത്തോട്ടൊക്കെ അയച്ച് അവന് നല്ല കൂട്ടുകെട്ടും കാര്യങ്ങളും നല്ലൊരു ലേണിംഗ് അറ്റ്മോസ്ഫിയർ വീണ്ടും ബുദ്ധി ഉണ്ടായി കൊടുത്താൽ അവൻ്റെ പരിസരം വീണ്ടും മാറും. അപ്പോൾ എന്ത് സംഭവിക്കും, അവൻ്റെ വികാസം വീണ്ടും കൂടും. അപ്പം നോക്കിയേ ഇത്രയും അവൻ്റെ ഏരിയ ആയിട്ട് വരും കണ്ടോ, ഈ ഒരു ഫുൾ ട്രയാങ്കിൾ അവൻ്റെ ഏരിയ ആയിട്ട് വരും, അല്ലെങ്കിൽ അവൻ്റെ വികാസമായിട്ട് വരും. ഇവിടെ ഏരിയ ആയിട്ട് ചിത്രീകരിച്ചാൽ അത് വികാസമെന്ന് അർത്ഥം. അപ്പോൾ നോക്കിയേ, അതായത് നമുക്ക് സ്ഥിരമായിട്ടുള്ള പാരമ്പര്യത്തെ ഒന്നും ചെയ്യാതെ തന്നെ കൊച്ചിൻ്റെ പരിസരം, അല്ലെങ്കിൽ കുട്ടികളായിരിക്കുന്ന പരിസരം നമുക്ക് ചേഞ്ച് ചെയ്താൽ അവരിൽ എന്തുണ്ടാവും, വികാസ പ്രക്രിയകൾ ഉണ്ടാവും, അല്ലെങ്കിൽ വികാസത്തിൽ മാറ്റങ്ങൾ വരുത്താം. അതുകൊണ്ട് തന്നെ ക്ലാസ് മുറികളിൽ അധ്യാപകരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരെണ്ണമാണ് അവരുടെ ലേണിംഗ് അറ്റ്മോസ്ഫിയർ എപ്പോഴും സെറ്റ് ചെയ്തുകൊണ്ട് പോകാൻ. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെൻറ്റാലിറ്റി കൊണ്ടുപോകണം, നല്ല അധ്യാപക വിദ്യാർത്ഥി ബന്ധം നമ്മൾ സൂക്ഷിക്കണം, അവരുടെ ഒരു സുഹൃത്തിനെ പോലെ നമ്മൾ പെരുമാറണം, അവർ അപ്പൻ അല്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ അവരോടൊക്കെ പെരുമാറണം. അവർക്ക് എന്നും തുറന്നു പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളവരേക്ക് മാറ്റണം. അപ്പോൾ കൊച്ചിന് എന്തുണ്ടാവും, അവിടെ ഒരു വികാസം പ്രാപിക്കും. അല്ലെങ്കിൽ പരിസരം മാറുന്നു എന്ന് അവന് തോന്നിയാൽ, അല്ലെങ്കിൽ കൊച്ചുങ്ങൾക്ക് തോന്നിയാൽ അവിടെ വികാസം കുട്ടികൾക്ക് കൂടുതലായി ഉണ്ടാവും. നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ചോട്ട അവിടെ പറയുന്നതൊക്കെ വികാസത്തെ ഒരു മട്ടത്രികോണമായി ചിത്രീകരിച്ചാൽ പാരമ്പര്യം അതിൻ്റെ പാദമായും പരിസരം അതിൻ്റെ ലംബമായും പരിഗണിക്കാം. പാരമ്പര്യം പാദമായി പരിഗണിക്കുന്നതുകൊണ്ട് പാദനീളം വർദ്ധിപ്പിക്കാൻ സാധിക്കുകയില്ല. കാരണം പാരമ്പര്യം സ്ഥിരമാണ്, ജനിച്ചു കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് പിന്നെ നമുക്കതിന് യാതൊരു മാറ്റം വരുത്താൻ പറ്റത്തില്ല. ലംബത്തിൻ്റെ നീളം എത്ര വേണേലും വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ലംബത്തിൻ്റെ നീളം വർദ്ധിക്കുന്നതനുസരിച്ച് പരിസരം മെച്ചപ്പെടുന്നതനുസരിച്ച് മട്ടത്രികോണത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ വർദ്ധിക്കുന്നു, അതായത് വികാസം എന്താവും, മെച്ചപ്പെടും. ഇത് ഒന്നാമത്തെ ട്രയാങ്കിൾ, ഇത് രണ്ടാമത്തെ ട്രയാങ്കിൾ, ഇത് മൂന്നാമത്തെ ട്രയാങ്കിളായിട്ട് പ്രത്യേകം നമ്മൾ വെക്കുവാണെങ്കിൽ ഒന്നാമത്തെ ട്രയാങ്കിളിൽ പരിസരം വളരെ കുറവായിരുന്നു, രണ്ടാമത്തെ ട്രയാങ്കിലേക്ക് പരിസരം നമ്മൾ കുറച്ചുകൂടി കൂട്ടി, അപ്പോൾ കൊച്ചിന് കുറച്ചുകൂടി വികാസം പ്രാപിക്കാനിടയായി. മൂന്നാമത്തെ ട്രയാങ്കിൾ നമ്മൾ പരിസരം നമ്മൾ കുറച്ചുകൂടി ഉയർത്തി, അപ്പോൾ എന്താണ്, കൊച്ചിന് വികാസം കൂടുതലുണ്ടായി. ഇനി നാലാമത്തെ ആണെങ്കിൽ പോലും നമുക്ക് പരിസരം കുറച്ചുകൂടി നേരെയാക്കാം. അപ്പോൾ നോക്കി കണ്ടോ, നമ്മുടെ കൊച്ചിൻ്റെ വികാസം ഇങ്ങനെ ഹൈ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ സ്ഥിരമായിട്ടുള്ള പാരമ്പര്യം എത്രയാണെന്നും എത്ര മോശമാണെങ്കിലും കൊച്ചിന് നല്ലൊരു ലേണിംഗ് അറ്റ്മോസ്ഫിയർ കൊടുത്താൽ എന്നാ സംഭവിക്കാൻ പറ്റും, കൊച്ചിൻ്റെ വികാസം, കൊച്ചിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് നേരിട്ട് വീക്ഷിക്കുവാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്കറിയാം മിക്ക ഫാമിലിയിലും എന്ത് പ്രശ്നമുണ്ട്, ഈ പറഞ്ഞ ഡിവോഴ്സ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പൻ അമ്മ സെപ്പറേറ്റഡ്, ഡിവോഴ്സ് പ്രശ്നങ്ങൾ, പിന്നെ അതുപോലെ തന്നെ പോക്സോ കേസുകളൊക്കെ ഇഷ്ടം പോലെ നിലനിൽക്കുന്നൊരു കാലത്തിലാണ് നമ്മൾ കുട്ടികൾ വസിക്കുന്നത്. അപ്പോൾ എന്താണ്, അവരുടെ പാരമ്പര്യം അവിടെ തന്നെ പോയി, കൊച്ചിൻ്റെ പരിസരം വളരെ മോശമാണ്. ഇങ്ങനെയുള്ള കൊച്ചുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ പരിസരം അവർക്കും സഹായിക്കാനും തുണയ്ക്കും ആളുണ്ട് എന്ന് പറഞ്ഞ രീതിയിലേക്ക് അവരെ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരിക, അവരുടെ പരിസരം നമ്മൾ ചേഞ്ച് വരുത്തുക, അവരിലുണ്ടാകുന്ന വികാസ പ്രക്രിയകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നമ്മളൊരു അധ്യാപകരായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മാതാപിതാക്കൾ നമ്മൾ ഈ കാര്യം പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ പാരമ്പര്യമായിട്ട് എന്തുണ്ടെന്ന് പറഞ്ഞാലും പരിസരം നിങ്ങൾ ഓക്കെ കൊടുത്തില്ലെങ്കിൽ വീടും പശ്ചാത്തലവും അയൽവക്കവും കൊച്ചിനുള്ള പഠന സാഹചര്യങ്ങളും ഒഴുക്കി കൊടുക്കാതെ കൊച്ച് പഠിച്ചു എന്ന് വരില്ല. അത് സൈക്കോളജിക്കലായിട്ട് തെളിയിച്ച കാര്യങ്ങളാണ്.
അതുകൊണ്ട് തന്നെ കൊച്ചിൻ്റെ വികാസത്തിൽ എന്തൊക്കെ പ്രാപിക്കുന്നുണ്ട്? അവൻ്റെ പരിസരവും പാരമ്പര്യവും ഒരുപോലെ തന്നെ ഇൻ്റർലിങ്ക് ആയിട്ട് പോകുന്നതാണെന്ന് ഓർത്തിരിക്കണം. കുഞ്ഞുങ്ങളെ എന്നല്ല, ഏതൊരു വ്യക്തിയുടെയും കേട്ടോ. ചില കല്യാണങ്ങൾ കണ്ടില്ലേ, കല്യാണം കഴിഞ്ഞിട്ട് വളരെ മനോഹരമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ. ചിലർ കണ്ടില്ല, കല്യാണം കഴിഞ്ഞുകൊണ്ട് അധോഗതിയായിട്ടുള്ള ആൾക്കാർ. എന്താണ്? പരിസരം അറിയാൻ കുഴപ്പം ഉണ്ടോ? അപ്പോൾ ഓർത്തിരിക്കണം, ഓരോ പരിസരവും അതിന് അനുകൂലമായി അല്ലെങ്കിൽ നമുക്ക് യോജിച്ചായിട്ട് മാറ്റിയെടുക്കാൻ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ട്രൈ ചെയ്യണം. അതിനാണ് നമ്മൾ ഈ പറഞ്ഞ സൈക്കോളജി പഠിക്കുന്നത്. നമുക്ക് കൗൺസിലർ ആകാനും പറ്റും കേട്ടോ. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ലേ എങ്ങനെയൊക്കെ ഒരു വ്യക്തിയെ കൗൺസിൽ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ കൗൺസിൽ ചെയ്താൽ ആൾക്കാർ നമ്മളെ കെട്ടിരിക്കും, നമ്മളെ വെക്കും, നമ്മൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ശരിയുണ്ടെന്ന് വിചാരിക്കും എന്ന് പറഞ്ഞ് നമുക്ക് അധ്യാപകരായി നമ്മൾ പ്രത്യേകിച്ച് കേട്ടോ നമ്മുടെ മുമ്പിൽ വരുന്ന വരും തലമുറേനെ നാളത്തെ ഭാവി തലമുറയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അവരെ നല്ല രീതിയിലൂടെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് നമ്മളെ ഓരോ കൊണ്ടും സാധിക്കണം. കാരണം മാറുന്ന തലമുറയാണ്, നമുക്കറിയാം വളരെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകുന്നത് അല്ലേ. പിള്ളേർ സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോണ് ഇതുപോലുള്ള കാര്യത്തിന് വളരെ അഡിക്റ്റാണ്. പിള്ളേർക്ക് ഇപ്പോൾ ജനിച്ചു വീഴുന്ന കൊച്ചിന് വരെ വായിന്ന് വരുന്നത് കേട്ടാൽ നമ്മൾ തന്നെ പേടിക്കും. ഇല്ല, ഇവനൊക്കെ ഇത് എവിടെ നിന്ന് പഠിച്ചു എന്ന് വിചാരിക്കും. അങ്ങനെ വരുമ്പോൾ അവരുടെ ആ പരിസരത്തിൽ നിന്ന് ഒരു ചേഞ്ച് വരുത്തി അവരോടുമായിട്ട് യോജിക്കുന്ന ഒരു പരിസരം നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് ഇവിടെ ഒരു വികാസനത. ഇനി ഒരു 6 പോയിൻ്റ് കൂടി ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് വരുന്ന പോലെ പറയാം. ഈ ആയി വരുന്ന 11 പോയിൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ, വളരെ പഠിക്കണം. തിരിച്ചും മറിച്ചും എല്ലാം ചോദിക്കുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലായിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള പ്രസ്താവന, തെറ്റായിട്ടുള്ള പ്രസ്താവന എന്നിങ്ങനെ മാറ്റിയും മറിച്ചും ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. യെസ്.